LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses including Microsoft Power BI, Advanced Excel, Tally, SAP FICO, HANA, MM and more. Whether you're interested in basic accounting, financial courses, multimedia designing or long and short-term career courses, we have something for everyone. Our Authorized Study Center. Join us at our Authorized Study Center in North Parur, LCC, Kerala and take the first step towards a brighter future. കേരളത്തോട് കേന്ദ്ര സർക്കാർ തുടരുന്ന അവഗണനയ്ക്കെതിരെയും വയനാട് ദുരന്തത്തിന് കേന്ദ്ര സഹായം നിഷേധിച്ചതിനെതിരെയും LDFന്റെ നേതൃത്വത്തിൽ എറണാകുളം BSNL ഓഫീസിനു മുന്നിൽ സത്യാഗ്രഹ സമരം നടത്തി. NCP സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോ ഉദ്ഘാടനം ചെയ്തു. വയനാട് ദുരന്ത ധനസഹായം അനുവദിക്കുന്നതിൽ കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ വിവേചനത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തുടനീളം LDF പ്രക്ഷോഭം സംഘടിപ്പിച്ചു. വയനാട് ദുരന്തത്തിൽ കേരളത്തിന് അർഹമായ സഹായങ്ങൾ നൽകാൻ തയ്യാറാവാത്തതുൾപ്പെടെ കേന്ദ്ര സർക്കാർ കേരളത്തിനോട് കാണിക്കുന്ന വിവേചനത്തിനെതിരായാണ് എല്ലാ ജില്ലകളിലും ഇടതുമുന്നണി മാർച്ചും ധർണയും നടത്തിയത്. തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിലും ജില്ലകളിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിലുമാണ് സമരം നടന്നത്. എറണാകുളം BSNL ഓഫീസിനു മുന്നിൽ നടന്ന സമരം NCP സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോ ഉദ്ഘാടനം ചെയ്തു. CM ദിനേശ് മണി അധ്യക്ഷത വഹിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോൺ ഫെർണാണ്ടസ്, LDF ജില്ലാ കൺവീനർ ജോർജ് എടപ്പരത്തി, കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ബാബു ജോസഫ്, ജനതാദൾ സെക്യുലർ സംസ്ഥാന ജനറൽ സെക്രട്ടറി സാബു ജോർജ്, ജില്ലാ പ്രസിഡന്റ് ജബ്ബാത്ത് തച്ചയിൽ, CK പരിത്, PJ കുഞ്ഞുമോൻ, CPM ഏരിയ സെക്രട്ടറി C മണി, സംസ്ഥാന സെക്രട്ടറി ജീവൻ ജേക്കബ്, കേരള കോൺഗ്രസ് ബി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK രാഘവൻ, RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി ജെയ്സൺ വാരിക്കുളങ്ങര, CPM സംസ്ഥാന കമ്മിറ്റി അംഗം S സതീഷ്, KM ജോർജ്, KK ജയരാജ്, ജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. എന്ന് പലവട്ടം ആവശ്യപ്പെട്ടിട്ടും ലഭിക്കാതെ വന്ന സാഹചര്യത്തിൽ സമരമല്ലാതെ മറ്റു മാർഗമില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ സൂചിപ്പിച്ച പോലെ ഇന്ന് രാജ്ഭവനിന് മുമ്പിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന മാർച്ചും സത്യാഗ്രഹവും നടക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ 13 ജില്ലകളിലും നടക്കുന്ന സമരത്തിന്റെ ഭാഗമായിട്ടാണ്